സിനിമകളിൽ ഒരാളുടെ റെഫറൻസ് വരുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരാളുടെ റെഫറൻസ് തന്നെ സിനിമയാക്കിയാലോ? അങ്ങനെ വന്നിരിക്കുന്ന എകെയുടെ അജിത് കുമാറിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ചുരുക്കി പറഞ്ഞാൽ അജിത്തിന്റെ വിളയാട്ടം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റെഡ് ഡ്രാഗൺ എന്നറിയപ്പെട്ടിരുന്ന ഒരു വലിയ ഡോൺ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ തന്നെ അണ്ടർവേൾഡിലെത്തി ചുരുങ്ങിയ സമയം കൊണ്ട് അത് മുഴുവൻ വെട്ടിപ്പിടിച്ച് തന്റേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരാൾ. ഭാര്യയായ രമ്യയ്ക്കും മകനുമൊപ്പം സന്തോഷമായി ജീവിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യന്യായ നീതി എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന രമ്യയ്ക്ക് ഇയാളുടെ പ്രസന്റ് ലൈഫിലെ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഫ്യൂച്ചറിൽ ബാധിച്ചാലോ എന്നുള്ള പേടിയുണ്ട്. അതായത് ഗാങ്സ്റ്ററായ എകെയുടെ ലൈഫ് അയാളുടെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടായാലോ എന്നുള്ള പേടി രമ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിട്ട് ഒരു പുതിയ മനുഷ്യനായി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നിട്ട് കുഞ്ഞിനെ കണ്ടാൽ മതി എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു നല്ല കുടുംബനാഥനാകാൻ വേണ്ടി എകെ ഇതെല്ലാം വിട്ട് പോലീസിൽ സറണ്ടർ ആവുന്നു. 18 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം മകനോടും ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു. എന്നാൽ എകെ കാത്തിരുന്നത് കുറെ പുതിയ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എകെക്ക് വീണ്ടും ആ റെഡ് ഡ്രാഗൺ ആകേണ്ടി വരും. ഇതാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ ഒരു ചുരുക്കം. അജിത്തിന്റെ ഒരു കട്ട ഫാനായ അദിക് രവിചന്ദ്രനാണ് ഈ മൂവിയുടെ ഡയറക്ടർ. അജിത്, തൃഷ, അർജുൻ ദാസ്, സുനിൽ, കാർത്തികേയ, പ്രിയ, പ്രഭു, പ്രസന്ന എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. കൂടാതെ ധാരാളം ക്യാമിയോ റോളുകൾ. മാത്രമല്ല അജിത്തിന്റെ പഴയ ഒരുപാട് സിനിമകളിലെ റെഫറൻസും ഈ മൂവിയിലുണ്ട്. ദീന, വേതാളം, മങ്കാത്ത, ബില്ല തുടങ്ങിയ നിരവധി സിനിമകൾ. അതും തന്നെയല്ല, ധാരാളം പഴയ ക്ലാസിക് സോങ്സിന്റെ റീമിക് വേർഷൻസും ഈ സിനിമയിലുണ്ട്. മുമ്പ് ഹിറ്റായ പല ഡയലോഗുകളും ഇതിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പോസിറ്റീവുകളിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് അജിത്തിന്റെ ചെറുപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വളരെ നന്നായി തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ഈ പടത്തിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. അജിത് ഫാനായിട്ടുള്ള ഒരാൾക്ക് സന്തോഷത്തോടെ കൊണ്ടാടാൻ പറ്റിയ ഒരു മൂവി. അല്ലാതെ ഈ സിനിമയിൽ കഥയ്ക്കോ തിരക്കഥയ്ക്കോ ഒന്നും വലിയ പ്രാധാന്യങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല. തലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അജിത്ത് തന്നെയാണ്. തന്റെ ഫാൻസിന് എന്തൊക്കെ വേണോ അതൊക്കെ ഇതിൽ അജിത്ത് നൽകിയിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ തന്റെ ആരാധകർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ മൂവി. ആ ഒരു ഓളം നമുക്ക് തിയേറ്ററിലും കാണാനാവും. പിന്നെ ഒരു സെക്കൻഡ് പോലും ലാഗ് അടിക്കില്ല. അത്രയധികം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇൻ്റർവെല്ലൊന്നും ആവുന്നത് പോലും അറിയില്ല. കാരണം ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ എല്ലാം ഈ സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മിക്കതും ഡ്രോയിങ് വേർഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്കതൊരു ബോറടിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലേ വരില്ല. നല്ല എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് പടം പോകുന്നത്. അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആയാലും നമുക്ക് ആ ഒരു ഓളത്തിൽ പോകാമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് പൊക്കോളും. സമയം പോകുന്ന അറിയേയില്ല. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ. ഇതിൻ്റെ സൗണ്ടിങ് ഒന്നും ഒരു രക്ഷയില്ല. ഒരു ഓളം എന്നൊക്കെ പറയില്ലേ, കംപ്ലീറ്റ് ഒരു അടിപൊളി ബഹളമാണ് സ്റ്റാർട്ടിങ് ടു എൻഡിങ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോങ്സും പഴയ ഡയലോഗ്സും. ഇത് അദ്ദേഹം നായകനായിട്ടുള്ള 63ാമത്തെ സിനിമയാണ്. അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ള മിക്ക സിനിമയിലത്തെയും കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ തലയുടെ പടങ്ങളൊന്നും അധികം കാണാത്ത ഒരാളായ പോലും ഇതുവരെ വന്നേക്കുന്ന മിക്ക പടങ്ങളിലെയും കഥാപാത്രങ്ങളെ ഒരുമിച്ച് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, റെഫറൻസ് എന്നുള്ളൊരു പേരിൽ. നിങ്ങളൊരു അജിത് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലെ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഇതിൻ്റെ ഡയറക്ടർക്ക് അജിത്തിൻ്റെ സിനിമകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും പെറുക്കി എടുത്തിട്ട് അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയ പോലെയാണ്. കാരണം പല പടങ്ങളിലെ റെഫറൻസ് പറയാൻ വേണ്ടി ഓരോ സീക്വൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇതിൽ കഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയാനുള്ളൊരു കഥയൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ ഇതിൻ്റെ ആക്ടിങ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഈ പടത്തിനെ അടിപൊളിയാക്കിയിരിക്കുന്നത് വേണം പറയാം. ഒരു മൂവി എന്ന നിലയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു മൂവിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് അടിപിടി അല്ലെങ്കിൽ സോങ്സ്, പഞ്ച് ഡയലോഗുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊരു മൂവിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ നല്ലൊരു സ്റ്റോറി, നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു നല്ലൊരു കഥ, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കഥ, അതൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണം. ഈ സിനിമ കണ്ട ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.